ശമനം കിട്ടാനുമായി ജനങ്ങൾ മഹദിയെ സമീപിക്കുന്ന വഴക്കമുണ്ട്. അവർ വെള്ളവുമായി വന്ന് ആ തിരുമുടി അതിൽ മുക്കി ആ വെള്ളം കുടിക്കുകയും അതു മുഖേന അവർക്ക് രോഗശമനം കിട്ടാറുമുണ്ട്. ഉംദത്തുൽ ഖാരി 1879. മന്ത്രത്തെക്കുറിച്ചും പരാമർശിക്കാം. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയതമ ഉമ്മു സലമയുടെ വീട്ടിലെത്തിയപ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ ഇടയായി. തിരുദൂതർ വന്നതറിഞ്ഞ അവർ കുട്ടിക്ക് കണ്ണേറ് ബാധിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചു. എങ്കിൽ കുട്ടിയെ മന്ത്രിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. മുവത്ത 818. ആയത്തുകൾ, ദിക്റുകൾ എന്നിവ കൊണ്ട് മന്ത്രിക്കൽ സുന്നത്താണെന്നും മന്ത്രിക്കാമെന്ന് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണെന്നും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശർഹുൽ മുസ്ലിമിൽ 2219 ഉദ്ധരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മറഞ്ഞ മാർഗത്തിൽ ഉപകാരമോ ഉപദ്രവമോ ഏതെങ്കിലും സൃഷ്ടികൾക്ക് കഴിയുമെന്ന വിശ്വാസം ശിർക്കല്ലെന്നും അവക്കുള്ള ഇബാദത്ത് ആവുകയില്ലെന്നും അനിഷേധ്യം. ദൗർഭാഗ്യവശാൽ റഷീദുരിയിലൂടെ തൗഹീദ് പഠിക്കാൻ ഉദ്യമിച്ചതുകൊണ്ട് തന്നെ കേരള വിദായികൾ ഈജിപ്ഷ്യൻ വഹാബിസമാണ് കൊണ്ടുവന്നത്. എന്നാൽ ഈ ഈജിപ്ഷ്യൻ സരണി തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും എന്താണ് ഇബാദത്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനും സമൂഹത്തെ ബോധീകരിക്കാനും പല ആലിമുകളും പ്രയാസപ്പെട്ടിരുന്നു. തദവസരത്തിൽ വന്ദ്യനായ ഓര് വളരെ കൃത്യമായ വിവരണമാണ് നൽകിയത്. അൽ ഇബാദത്തു അഖ്സാ ഗായത്തി തദല്ലുലി വൽ ഖുദൂ' നിഹായത്തു തഅലീം എന്നൊക്കെയാണ് ഇമാമുകൾ ഇബാദത്തിന് നൽകിയ വിശദീകരണം. അറ്റത്തെ വന്ദനം, താഴ്മ, ബഹുമാനം എന്നൊക്കെയാണ് ഇവയുടെ മൊഴിമാറ്റം. അദൃശ്യമാർഗത്തിലൂടെ ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിക്കലാണ് അറ്റത്തെ താഴ്മയും ബഹുമാനവുമെന്നും വിദായികൾ വാദിച്ചു. ഈ വാദം തെറ്റാണെന്നും നബിയും സ്വഹാബികളും ഉമ്മത്തും കണ്ണേറ്, മന്ത്രം, സിഹിർ, ജിന്നുബാധ തുടങ്ങിയവയിലൊക്കെ അദൃശ്യ മാർഗത്തിലുള്ള നേട്ടകോട്ടങ്ങൾ അംഗീകരിച്ചുവെന്നും നേരത്തെ ഉദ്ധരിച്ച പ്രബല ഹദീസുകളിൽ നിന്ന് ബോധ്യപ്പെട്ടുവല്ലോ. അപ്പോൾ എന്താണ് ഇബാദത്ത്? അറ്റത്തെ താഴ്മയും ബഹുമാനവും കണ്ടെത്താനുള്ള മാനദണ്ഡമെന്ന് എല്ലാവർക്കും തിരിയുന്ന വിശദീകരണമാണ് ഓറ് നൽകിയത്. ബഹുമാനം അറ്റത്താവാൻ 2 വഴിയേ ഉള്ളൂ. ഒന്ന് പ്രവൃത്തിപരം. അത് ഇവിടെ ഉദ്ദേശിക്കാനേ പറ്റില്ല. കാരണം അങ്ങനെയെങ്കിൽ സുജൂദ് മാത്രമേ ഇബാദത്ത് ആവുകയുള്ളൂ. അതുപോലെ ഹജറുൽ അസ്വദിനെ കൈകൊണ്ട് ആംഗ്യം കാണിക്കൽ ഇബാദത്ത് അല്ലെന്നും വരും. അതിനാൽ പ്രവർത്തനം കൊണ്ടും ബഹുമാനത്തിൻ്റെയും വിനയത്തിൻ്റെയും അറ്റം മനസ്സിലാക്കാൻ ആവില്ല. പിന്നെ മറ്റൊരു രൂപം മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. അറ്റത്തായവനാണെന്ന വിശ്വാസത്തോടെ ഒരു ശക്തിക്ക് താഴ്മയും ബഹുമാനവും ഒക്കെ പ്രകടിപ്പിക്കലാണത്. അറ്റത്ത് താഴ്മ, ബഹുമാനം എന്ന് പറഞ്ഞാൽ അറ്റത്തുള്ളവന് താഴ്മയും ബഹുമാനവും പ്രകടിപ്പിക്കുക എന്നർത്ഥം. നമ്മൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും